നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യ ഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വാദം കേൾക്കും. SIT റിപ്പോർട്ടും കോടതിയിൽ എത്തും. രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിക്കും. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം രാഹുലിന് ജാമ്യം നിഷേധിച്ചിരുന്നു. ജാമ്യം തള്ളിയുള്ള മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് രാഹുലിന് പ്രതികൂലമാകാനാണ് സാധ്യത. ആദ്യ കേസിലെ പരാതിക്കാരി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച സത്യവാങ്മൂലം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ജാമ്യ ഹർജിയെ എതിർക്കാനാണ് പ്രോസിക്യൂഷൻ നീക്കം. സത്യവാങ്മൂലത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്ക് എതിരായ ആദ്യ ബലാത്സംഗ കേസിൽ പരാതിക്കാരി നൽകിയ സത്യവാങ്മൂലത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. നേരിട്ടത് ക്രൂര ബലാത്സംഗമാണെന്നും ഭീഷണിപ്പെടുത്തി നഗ്ന വീഡിയോ ചിത്രീകരിച്ചെന്നും വീഡിയോ ഇപ്പോഴും രാഹുലിന്റെ ഫോണിൽ ഉണ്ടെന്നും പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ നഗ്ന ദൃശ്യങ്ങൾ പുറത്താകുമെന്ന് ഭയപ്പെടുന്നതായും സത്യവാങ്മൂലത്തിൽ പരാതിക്കാരി വ്യക്തമാക്കുന്നു. കൂടാതെ ഗർഭഛിദ്രം നടത്തിയത് ഭീഷണിപ്പെടുത്തിയാണെന്നും സുഹൃത്ത് ജോബി എത്തിച്ച ഗുളികകൾ കഴിച്ചത് വീഡിയോ കോളിൽ കണ്ട് രാഹുൽ ഉറപ്പാക്കിയെന്നും യുവതി സത്യവാങ്മൂലത്തിൽ പറയുന്നു. ബലാത്സംഗത്തിനിടെ ഏറ്റ സാരമായ പരിക്കുകൾ വ്യക്തമാക്കുന്ന ചിത്രങ്ങളും പരാതിക്കാരി കോടതിയിൽ സമർപ്പിച്ചു. ഭീഷണി വെളിവാക്കുന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും സത്യവാങ്മൂലത്തിനൊപ്പമുണ്ട്. ജാമ്യാപേക്ഷയിൽ രാഹുൽ പറഞ്ഞത് വക്രീകരിച്ച വസ്തുക്കളും അർദ്ധസത്യങ്ങളുമാണെന്നും വിചാരണ കോടതിയെയും ഹൈക്കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിത ശ്രമം നടന്നുവെന്നും പ്രതി ഈ സാഡിസ്റ്റും ഗുരുതരമായ മനോവൈകൃതമുള്ള ആളാണെന്നും ഉറപ്പിക്കുന്നു. രാഹുൽ പ്രതിയായ 10ഓളം പീഡന കേസുകളെ പറ്റി അന്വേഷണ സംഘത്തിന് വിവരമുണ്ട്. അതിലൊന്ന് പ്രായപൂർത്തിയാകാത്ത അതിജീവിതയാണ്. അധികാരവും സ്വാധീനവുമുള്ള MLAയ്ക്ക് ജാമ്യം നൽകുന്നത് ഇനി മുന്നോട്ട് വരാനുള്ള പരാതിക്കാരെ നിശബ്ദരാക്കുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഹൈക്കോടതി ഒരുപക്ഷെ സത്യവാങ്മൂലം വായിക്കുകയും തുടർന്ന് കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അപ്പോഴും രാഹുലിനെ മനഃപൂർവ്വം കടന്നാക്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയവും ഉയരുന്നുണ്ട്. ആദ്യ കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ സത്യവാങ്മൂലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഇപ്പോൾ കൂടുതൽ ശക്തമായതുകൊണ്ട് തന്നെ കോടതിയുടെ തീരുമാനം എന്താകണമെന്ന് കാത്തിരുന്ന് കാണണം. ഇന്നേതായാലും വാദം തുടരുകയാണ്. SITയുടെ വാദം വിശദമായ വാദമാണ് ഇന്ന് കോടതി കേൾക്കുന്നത്. ഒരുപക്ഷെ പ്രോസിക്യൂഷൻ ശക്തമായി മുന്നോട്ട് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുമോ, അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ തട്ടിക്കൊണ്ടുള്ള വലിയ നീക്കമായിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കാഴ്ചവെക്കുന്നത്? തുടർന്നുള്ള വാദങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും അടച്ചിട്ട കോടതി മുറിയിലായിരിക്കും വാദപ്രതിവാദങ്ങളൊക്കെയും നടക്കുക. എന്തായാലും കാത്തിരുന്ന് കാണാം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നറിയാൻ.